നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇഡി അന്വേഷണം വേണ്ട എന്ന് സർക്കാർ ഹൈക്കോടതിയിൽ അഫിഡവിറ്റ് നൽകുന്ന വാർത്ത പുറത്തു വന്നത്. DNA അതിന്റെ വാർത്ത വിശകലനം ചെയ്യുകയും ചെയ്തു. മടിയിൽ കനമുള്ളവനല്ലേ പേടിക്കേണ്ടതുള്ളൂ. ഇഡി വന്നാലെന്താ, NIA വന്നാലെന്താ, തെറ്റുകൾ ചെയ്തിട്ടുള്ളവർ മാത്രമല്ലേ ശിക്ഷിക്കപ്പെടുകയുള്ളൂ. ഈ കൈകൾ ശുദ്ധമാണ് എന്ന് രണ്ട് കൈകളും പൊക്കിപ്പിടിച്ച് പറയാനൊക്കെ എളുപ്പമാണ്, വലിയ ഡയലോഗ് അടിക്കാനൊക്കെ എളുപ്പമാണ്. പക്ഷേ ശുദ്ധമാകണം. ആയില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇഡിയെ ഭയക്കേണ്ടി വരും, NIA ഭയക്കേണ്ടി വരും, IB ഭയക്കേണ്ടി വരും. അങ്ങനെയുള്ള ഏജൻസികളെ ഒക്കെ തന്നെ ഭയക്കേണ്ടി വരും. സ്വന്തം ഏജൻസികളെ വേണമെങ്കിൽ കയറിട്ട് പൂട്ടി നിർത്താം. പക്ഷേ ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ നടക്കുന്നതുകൊണ്ട്, SIT ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണം പ്രവർത്തിക്കുന്നതുകൊണ്ട് അത് നടക്കില്ല. നമ്മളത് കഴിഞ്ഞ ദിവസം വാർത്ത നൽകിയിരുന്നു. ഇപ്പോൾ ഇതാ കഴിഞ്ഞ ദിവസം ഇന്നലെ തന്നെ കൊച്ചിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ A. പത്മകുമാറിനെയും N. വാസുവിനെയും തള്ളാതെ അവരെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അവരെ വളരെ സ്നേഹനിർഭരമായി, പരോക്ഷമായിട്ടാണെങ്കിൽ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തിയത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇവർ പാർട്ടിക്ക് അത്രമാത്രം വേണ്ടപ്പെട്ടവരാണ്. ഇവർ പാർട്ടിയുടെ വലിയ ചുമതലകൾ വഹിക്കുന്ന വ്യക്തികളല്ല, ജനപ്രതിനിധികളല്ല, അല്ലെങ്കിൽ ഒരു കിങ് മേക്കർ പദവിയിൽ ഉള്ള ആളൊന്നുമല്ല. N. വാസുവുമല്ല, A. പത്മകുമാറുമല്ല. പത്മകുമാർ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമാണെന്നേ ഉള്ളൂ. N. വാസു അതുപോലുമാണെന്ന് തോന്നുന്നില്ല. എന്തൊക്കെയായാലും ഇവരെ പൊതിഞ്ഞു പിടിക്കുന്നത് എന്തിന് എന്ന ചോദ്യമാണ് ഇന്നലെ വാർത്താ സമ്മേളനത്തിന് ശേഷം സമൂഹ മാധ്യമങ്ങളിലൂടെയും ഉയരുന്നത്. ഇവിടെ തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടും, അയ്യപ്പന്റെ ഒരു തരി സ്വർണം കൊണ്ടുപോയവനൊക്കെ തന്നെ അനുഭവിക്കും, നിയമത്തിന് വിധേയരാകും എന്നൊക്കെ CPM നേതാക്കളും പൊതുനന്മാഷും അതുപോലെ തന്നെ മന്ത്രിമാരും ഒക്കെ തന്നെ വിളിച്ചു പറയുന്നുണ്ട്. പക്ഷേ ഇത്രയും തെറ്റ് ചെയ്ത് അറസ്റ്റ് ചെയ്യപ്പെട്ട് കൃത്യമായ തെളിവുകൾ സഹിതം SIT അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടവരെ എന്തിനാണ് CPM സംരക്ഷിക്കുന്നത് എന്ന ചോദ്യം തുടക്കം മുതലേ ഉണ്ട്. ഇപ്പോൾ അത് വീണ്ടും ഉയരുകയാണ്. കാരണം മുഖ്യമന്ത്രി തന്നെ നേരിട്ടാണ് ഈ ഒരു വിഷയത്തിൽ ഇവരെ സംരക്ഷിച്ചിരിക്കുന്നത്. N. വാസുവിനെയും അതുപോലെ A. പത്മകുമാറിനെയും. ഇവർ പെട്ടുകഴിഞ്ഞാൽ തന്നിലേക്ക് അല്ലെങ്കിൽ തന്റെ വേണ്ടപ്പെട്ടവരിലേക്ക് എന്തെങ്കിലും കരങ്ങൾ എത്തുമോ എന്നുള്ള ഭയമാണോ മുഖ്യമന്ത്രിയെ കൊണ്ട് ഇവരെ പൊതിഞ്ഞു പിടിപ്പിക്കുന്നത് എന്ന ചോദ്യം ഉയരുന്നുണ്ട്. കുറച്ച് നേരത്തെ ഉയരുന്നുണ്ട്, ഇപ്പോൾ കുറച്ചുകൂടി അത് ശക്തമായി. ഒരു മുഖ്യമന്ത്രി അങ്ങനെയാണോ ചെയ്യേണ്ടത്? അതുകൂടി, അതിന്റെ ധാർമ്മികത കൂടി നമുക്കൊന്ന് നോക്കണ്ടേ? ഒരു മഹാക്ഷേത്രം, ധാരാളം ലക്ഷക്കണക്കിന് ലോകത്തെമ്പാടുമുള്ള ഭക്തജനങ്ങൾ, വിശ്വാസികൾ, ആ ക്ഷേത്രത്തിലേക്ക് ഒരു വ്യവസായി കൊടുത്ത സ്വർണവും അതിന്റെ ആ വിലപിടിപ്പുള്ള വസ്തുക്കളും ഒക്കെ തന്നെ കള്ളം എഴുതി, ചെമ്പാണെന്നും പിച്ചളയാണെന്നും എഴുതി അടിച്ചുമാറ്റി കൊണ്ടുപോയിട്ട്, ഒരു ഗ്രൂപ്പായി അടിച്ചുമാറ്റി കൊണ്ടുപോയിട്ട്, അതിന്റെ ആന്റിക് വാല്യൂ പോലും വിറ്റ് പണമാക്കിയിട്ട് വിദേശങ്ങളിലേക്ക് പോലും അത് കടത്തി എന്ന ആരോപണം ഉയർന്നിട്ട് ഇത്തരത്തിൽ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ആ കള്ളന്മാരെ, അതായത് ജയിലിൽ കിടക്കുന്ന കൊള്ളക്കാരെ, അവർ പാർട്ടിക്കാരാകട്ടെ ആരുമാകട്ടെ, സംരക്ഷിക്കുകയാണോ, പൊതിഞ്ഞു പിടിക്കുകയാണോ, സ്നേഹനിർഭരമായി ചേർത്ത് നിർത്തുകയാണോ വേണ്ടത്? അവരെ തള്ളിപ്പറയുകയല്ലേ വേണ്ടത്? അവർ തെറ്റ് ചെയ്തു, തീർച്ചയായിട്ടും അവർ ശിക്ഷിക്കപ്പെടണം എന്ന് ഹൃദയത്തിൽ തൊട്ട് പറയുകയല്ലേ ഒരു ജനപ്രതിനിധിയായ ഒരു സംസ്ഥാനത്തിന്റെ ഭരണാധികാരി ചെയ്യേണ്ടത്? അതെന്താണ് ചെയ്യാത്തത്? അവിടെയാണ് ചോദ്യങ്ങൾ ഉയരുന്നത്, സംശയങ്ങൾ ഉയരുന്നത്. കള്ളനെ കൂട്ടുപിടിച്ചു നമ്മുടെ രാജ്മോഹൻ ഉണ്ണിത്താന്റെ പദം കടമെടുക്കുകയാണ്. നാറിയവനെ ചുമന്നാൽ ചുമന്നവനെ നാറും എന്ന് പറയുന്ന അവസ്ഥയിൽ കാര്യങ്ങൾ എത്തിയോ? എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? കോടിക്കണക്കിന് രൂപയുടെ സ്വർണമാണ് പല രീതിയിൽ മോഷ്ടിച്ച് കടത്തിയത്. അവിടെ ഇനി എന്തൊക്കെ മോഷ്ടിച്ചു കടത്തി എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായി നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല. പലതും അവിടെ ഉണ്ടായിരുന്ന പലതും ഇല്ല അവിടെ എന്ന് കേൾക്കുന്നു. അപ്പം അത്തരത്തിൽ ഇടപെട്ട, അത് ഉദ്യോഗസ്ഥരാകട്ടെ, ദേവസ്വം ബോർഡ് അംഗങ്ങളാകട്ടെ, പ്രസിഡന്റ് ആകട്ടെ, മുൻ കമ്മീഷണറാകട്ടെ, ആരുമാകട്ടെ, ഇത്തരത്തിൽ ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക്, ഈ കൊടും കളവിന് കൂട്ടുനിന്നവരെ, അവരെ പാർട്ടിക്കാരാണ്, പാർട്ടിക്ക് വേണ്ടപ്പെട്ടവരാണ് എന്ന് പറഞ്ഞ് പ്രത്യേകമായി യോഗവും കൂടി പ്രത്യേകമായി സംരക്ഷിച്ച് നിർത്തുന്നു. പാർട്ടി സെക്രട്ടറി ആണെങ്കിൽ ചോദിക്കുമ്പോൾ അവിടെയും ഇവിടെയും തൊടാതെ മറുപടി പറയുന്നു. മുഖ്യമന്ത്രിയാണെങ്കിൽ പരസ്യമായി വാർത്താ സമ്മേളനം വിളിച്ച് അവരെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു. ഇതൊക്കെ എന്ത് തരത്തിലുള്ള സന്ദേശമാണ് ജനങ്ങളിലേക്ക് ഒരു ഭരണകർത്താവ് അല്ലെങ്കിൽ ഒരു ഭരണകൂടം നൽകുന്നത്? കള്ളന്മാരെയും കൊള്ളക്കാരെയും കൊലപാതകികളെയും ക്രിമിനലുകളെയും ഒക്കെ സംരക്ഷിക്കുന്നു. അവർ CPM-കാരായിരിക്കണം, CPM അനുഭാവികളായിരിക്കണം, CPM-ന് വേണ്ടി പ്രവർത്തിക്കുന്നവരായിരിക്കണം. അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിലേക്ക് പോകും. അവരെ വിട്ടുകൊടുത്താൽ അല്ലെങ്കിൽ അവരെ സംരക്ഷിച്ചില്ലെങ്കിൽ അവർ എന്തെങ്കിലും വിളിച്ചു പറയുമോ? അവർ വിളിച്ചു പറഞ്ഞാൽ ഇവിടെ പല പ്രമുഖരും കുടുങ്ങുമോ എന്നുള്ള ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നു അതിശക്തമായി തന്നെ. ഇത് ഭരണ സംവിധാനത്തിന് നിരക്കുന്നതല്ല.
ഇത് ജനാധിപത്യ സംവിധാനത്തിന് നിരക്കുന്നതല്ല, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. കഴിഞ്ഞ ദിവസം എറണാകുളത്ത് മുഖ്യമന്ത്രി പറഞ്ഞത് പത്മകുമാറിനെയും വാസുവിനെയും സംരക്ഷിക്കുന്നു പാർട്ടിക്കാരായതുകൊണ്ട്, അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാര്യം ഉള്ളിൽ ഒളിപ്പിച്ചുകൊണ്ട് ഭയന്നുകൊണ്ട് സംരക്ഷിക്കുകയാണോ? അതിന് ജനങ്ങൾ തെരഞ്ഞെടുത്ത മുഖ്യമന്ത്രിയാണ്, അദ്ദേഹം മറുപടി പറയാൻ ബാധ്യസ്ഥനുമാണ്.